മഹേഷ് പണിക്കർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടത്തിയതിന്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ സന്നിധാനത്തിനകത്ത് പലരും പ്രതിക്കൂട്ടിലാകും എന്ന് പറയുമ്പോൾ തന്ത്രിയിലേക്ക് കൂടിയുള്ള ചില ആരോപണങ്ങൾ അങ്ങ് ഉന്നയിച്ചിരുന്നു. അത് വാജി വാഹനവുമായി ബന്ധപ്പെട്ടാണ്. അതെവിടെയെന്ന് അറിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങളടക്കം നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അത് തന്ത്രിയുടെ കൈവശം വെക്കാനാണ്, തന്ത്രിക്കാണ് അതിന്റെ അധികാരം എന്നടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും സർക്കാർ പറയുന്നത് അങ്ങനെ നേരിട്ട് തരികയല്ല, കോടതി പറയട്ടെ എന്നുള്ളതാണ്. കോടതി ഈ കാര്യം അറിയിച്ച് കോടതിയിൽ നിന്നും അതിൽ നിന്ന് മറുപടി കിട്ടിയ ശേഷം തിരിച്ചു വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അത്രത്തോളം സർക്കാർ ഇതിലൊരു സൂക്ഷ്മതയിലേക്ക് പോകുന്നു. ഇനിയൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പോലും അടുത്തതായി ഉണ്ടാകരുത് എന്നൊരു സൂക്ഷ്മതയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വാജി വാഹനം തിരിച്ചു നൽകാം എന്ന് തന്ത്രി പറഞ്ഞതിനോടും. ഇല്ല, അതിനകത്ത് മൊത്തത്തില്ല കാര്യം. ഇതിനകത്ത് നമ്മൾ ഉണ്ണികൃഷ്ണൻ ഈ സംഭവം തുടങ്ങുന്ന സമയം പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ആദ്യം നമ്മൾ കണ്ടാണ്. മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് എന്തുമാത്രം കോൺഫിഡൻസിലായിരുന്നു മുരാരി ബാബു ആണെങ്കിലും. അതൊക്കെ കഴിഞ്ഞു, പയ്യെ പയ്യെ കോൺഫിഡൻസ് എല്ലാം അല്ല, അതൊക്കെ പൊളിഞ്ഞു എല്ലാവരും അകത്ത് പോയി. അല്ല, ഞാൻ പറയുന്നത് ഈ SI ഇപ്പോഴത്തെ അന്വേഷണം അയ്യപ്പൻ സംഭവമാണ്. ഇവർ ഈ സെപ്റ്റംബർ 7-ാം തീയതി ഈ പറഞ്ഞ ചന്ദ്രഗ്രഹണത്തിന് ഇവരെ കൊണ്ട് ഇത് ഇളക്കിപ്പിച്ചത് അയ്യപ്പനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഒരു ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന വാജിവാഹനം, മണി, അങ്ങനത്തെയൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തുടർച്ച അങ്ങോട്ട് തുടങ്ങി കൊടുത്തതേ ഉള്ളൂ. ഇവരെല്ലായിടത്തും പെട്ടുപോയതാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ കറക്റ്റായിട്ട് തെളിയും. പിന്നെ ഈ വാജിവാഹനത്തിന്റെ കാര്യം, അതൊരു വലിയൊരു കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. കാര്യം അദ്ദേഹം പറയുന്ന ഉപയുക്തം എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉപയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ യുക്തമായിട്ട് ഉപയോഗിക്കാം, അതിനെ എങ്ങനെ പുനരുപയോഗിക്കാം, ക്ഷേത്രത്തിന്റെ കാര്യത്തിലോ അങ്ങനത്തെ കാര്യത്തിലോ ഒക്കെ എങ്ങനെ അത് ഉപയോഗിക്കാം. അത് ഉടച്ചു വാർക്കണോ, അത് മറ്റെന്തെങ്കിലും അത് വിറ്റിട്ട് അതിന്റെ കാശ് കൊടുക്കണോ, അത് അതേ വാജിവാഹനം തന്നെ പുതിയ കൊടിമരത്തിലും വെച്ചാൽ മതിയോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. അതല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളുടെ കല്യാണം നടത്താനുള്ള അല്ലത്. കാര്യം അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഒരു 100,000 ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട്. ഈ 1000 ക്ഷേത്രങ്ങളിൽ കുറഞ്ഞ ഒരു 100-150 കൊടിമരങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ വാജിവാഹനമോ അഷ്ടദിക്പാലകരോ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുണ്ടോ? അത് നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ, അതോ ഇതെല്ലാം മേടിച്ച് അദ്ദേഹം ആർക്കെങ്കിലും വിൽക്കുവാണെങ്കിൽ ആ വിൽക്കുന്ന ആളുടെ പേരൊന്ന് SITക്ക് പറഞ്ഞു കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ ആളിനോട് ചെല്ലുക, എല്ലാ സാധനവും പറക്കി എടുക്കുക, തിരിച്ചു കൊണ്ടുവെക്കുക. കയ്യിലുണ്ടെന്ന് പറയുന്നത് ഇപ്പം അത് ഉറപ്പായിട്ടും അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ്. അതെങ്ങനെ ഒറിജിനലായിട്ട് അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ഇത്ര നാളായിട്ട് പറയണ്ടേ? ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ അതിനൊരു റെക്കോർഡിക്കൽ വേണ്ടേ അത് കൊണ്ടുപോകാൻ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആചാരപരമായിട്ട് ഘോഷയാത്രയായിട്ട് ശബരിമലയിൽ നിന്നൊരു ഘോഷയാത്ര തന്ത്രിയുടെ ഗ്രഹത്തിലേക്ക് പഴയ വാജിവാഹനത്തിന് എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകണ്ടേ? അല്ലാണ്ട് കാറിൽ ചാക്കിൽ പൂട്ടിക്കെട്ടി അങ്ങനെയാണ് ആരും അറിയാതാണോ കൊണ്ടുപോകണ്ടേ? ഇത് അങ്ങനെയാണ് കേരളത്തിലെ ബാക്കിയുള്ള തന്ത്രമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു കീഴ്വഴക്കം വേണ്ടേ? ഏത് ക്ഷേത്രത്തിലാണ് ഇങ്ങനെയുള്ള വാജിവാഹനമോ അല്ലെങ്കിൽ പഴയ വിഗ്രഹങ്ങളോ തന്ത്രി വീട്ടിൽ കൊണ്ടുപോകുന്നത്? അല്ലെ ഏത് അഷ്ടദിക്പാലകരെയാണ് കൊണ്ടുപോയിട്ടുള്ളത്? ഇതിനകത്ത് വാജിവാഹനം മാത്രമേ പറയുന്നുള്ളൂ. അഷ്ടദിക്പാലകർ എന്തിയെ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതൊരു മോഷണത്തിന്റെ കീഴിലേക്ക് വരുമെന്നും ഈ ഒരു സംഭവം അപകടമാകുമെന്നും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആര് വന്നാൽ അതെടുത്ത് കൊടുക്കാന്ന്. പക്ഷെ വെള്ളിയിലുള്ള ഏകദേശം 20 കിലോയോളം പ്യൂർ വെള്ളിയിലുള്ള ഒരു തിരിച്ചു തരാം എന്ന് പറയുന്ന വാജി വാഹനം പരിശോധിക്കണം, അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. 100% അത് സയന്റിഫിക് ആയിട്ട് പരിശോധിക്കണം. കാര്യം ഏകദേശം 100 കൊല്ലത്തോളം, അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് സ്വർണ്ണം പൂശിയ കൊടിമരമാണ് അവിടെ നിന്നത്. അതിനു മുമ്പ് അത് ചെമ്പിലുള്ള കൊടിമരമായിരുന്നു. ആ ചെമ്പിലുള്ള കൊടിമരത്തിന്റെ മുകളിലിരുന്ന വാജിവാഹനം പഴയ അയ്യന്റെ വെള്ളി കുതിര എന്ന് പറഞ്ഞ ഒരു കുറേ പാട്ടുകളിലൊക്കെയുള്ള സംഭവമാണ്. പഴയ മറ്റേ അയ്യപ്പന്റെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വനവാസികളുടെ പാട്ടുകളിൽ, ആദിവാസി പാട്ടുകളിനകത്തുള്ള സാധനമാണ് അയ്യന്റെ വെള്ളി കുതിര എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവമുണ്ട്. കാര്യം അതൊരു താന്ത്രിക് മിത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റോറീസ് ഉണ്ട് അതിന്റെ ബിഹൈൻഡ്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു പിച്ചളെ വാർത്ത് വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം കൊണ്ടുവച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതിനൊക്കെ ഒരു മാനദണ്ഡം വേണ്ടേ? ഞാൻ പറഞ്ഞ ഇത് ഇപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ച് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നൊരു വിഷയമല്ല അത്. കാര്യം അഷ്ടദിക്പാലകർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതുപോലെ അതിൻ്റെ പറ എന്ത് ചെയ്യും? പഴയ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പറ എന്ത് ചെയ്യും? അത് അങ്ങനെ ഒരുപാട്. പഴയ മണി എന്ത് ചെയ്യും? അതും ഏകദേശം ഒരു 300 കൊല്ലത്തോളം പഴക്കമുള്ള 2 മണിയാണ് കൃഷ്ണശിലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന 2 മണിയുള്ളത്. അതെന്ത് ചെയ്യും? അപ്പം ഇങ്ങനത്തെ അത് നമ്മുടെ വാസുദേവൻ അത് വേറെ താഴെ കണ്ട കൊണ്ടുപോയെന്നോ വേറൊരു അമ്പലത്തിൽ കൊടുത്തെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിക്കുക? ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലോട്ടും ഓരോ അമ്പലത്തിലോട്ടും ഒക്കെ ഇവിടുത്തെ പവിത്രമായ വസ്തുക്കൾ എടുത്ത് കൊടുക്കാൻ പറ്റി ഇവർക്ക് അങ്ങനെ അധികാരം കൊടുത്തത്? ഇത് അവരുടെ എങ്ങനെ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ സമാനമായ രീതിയിൽ കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്?
നമ്മൾ ഇതിനൊരു സത്യം പറഞ്ഞാൽ ഒരു ആചാര സദസ്സ് തന്നെ വരണം. ഇതൊരു വലിയ വിഷയമാണ്. ഏകദേശം 18-19 നൂറ്റാണ്ടിന്റെ അവസാനം ഉണ്ടായ കുഴിക്കാട്ട് വെച്ച തന്ത്രസംശയം അങ്ങനെയൊക്കെയുള്ള ചേനാസിന്റെ ഒക്കെ അങ്ങനത്തെ കുറച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജ്മണി ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ ഉടച്ചു വാർക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ചില വിഷയങ്ങളാണ്. കാലത്തിന്റെ ആ കുത്തൊഴുക്കൽ പമ്പയിൽ എത്രയോ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മാറേണ്ട കാലം കഴിഞ്ഞില്ല. ഇപ്പോഴും മറ്റു ക്ഷേത്രങ്ങളിലേക്ക് നൽകി എന്ന് പറയുന്നതിലൊക്കെ ഈ പണമിടപാട് അങ്ങ് സംശയിക്കുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്, പണമിടപാട്. തീർച്ചയായിട്ടും അത് വാസുദേവ് എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്ത ആ മണി, അതെ തീർച്ചയായിട്ടും അതൊരു അന്താരാഷ്ട്ര വിഗ്രഹക്കൊള്ളാന്ന് പറയുന്ന കാരണങ്ങൾ എനിക്ക് തോന്നുന്നു കോടതി ഇപ്പം ഈ പറഞ്ഞ സുഭാഷ് കപൂറിന്റെ ഒക്കെ ബേസിസിലുള്ള ഇത് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇത്തരം അന്വേഷണങ്ങളിലേക്ക് നമ്മുടെ SITയുടെ അന്വേഷണം പോയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ടേബിളിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ റിപ്ലിക്ക വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ മണിയൊക്കെ അവരടിച്ചു മാറ്റി വലിയ അന്താരാഷ്ട്ര ഇതിനകത്ത് വിറ്റിട്ടുണ്ട്. എന്നിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് മണി 2 ഉണ്ടാക്കി ശബരിമലയിൽ ഇട്ടു, 2 ഉണ്ടാക്കി വേറെ എവിടെയൊക്കെ കൊടുത്തു, അവിടെയും കൊടുത്തു എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ അതിന്റെ കോടിക്കണക്കിന് രൂപയാണ്. അതിന്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് 30 കോടി 40 കോടി 50 കോടിയൊക്കെയാണ്. ഇതൊന്ന് SITന്റെ പറയാൻ പോട്ടെ, പോയി കഴിഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ വാല്യൂ അത് എവിടെയുണ്ടെന്നുള്ളതൊക്കെ എന്തെങ്കിലും അയ്യപ്പന്റെ കാര്യം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ സമൂഹം അത് ബോധ്യപ്പെടണം. കാര്യം ഈ ആന്റിക് സാധനങ്ങളുടെ വില അല്ലെങ്കിൽ അതിന്റെ പൂജാപരമായ വില ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇതെന്തോ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം, എല്ലാ ദിവസവും ഞാൻ പോയി കാണുന്നതല്ലേ, ഒരു വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരിക്കുന്ന ഒരു സാധനം അല്ലെ, എല്ലാ ദിവസവും ഞാൻ അടിക്കുന്നതല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ഇത് കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ പഴക്കം, അതിന്റെ ആന്റിക് വാല്യൂ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്ത്രിമാർക്ക് അറിയാമെന്നേ. ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ സാധനം എത്രമാത്രം അമൂല്യമാണെന്നും ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇതിനകത്ത് പെടുത്തിയതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം ഇത് ആവശ്യപ്പെട്ട് കാണത്തില്ല. എന്നാൽ ഇന്ന് ഇതാ ഞാൻ കൊണ്ടുപോകാൻ എൻ്റെ അവകാശമാണ്, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതോ എനിക്ക് കഞ്ഞി വെക്കാനുള്ളതെന്നും പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നു ശ്രീമതി സ്മൃതിക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വരുത്തുക. എന്തെങ്കിലും പിഷു വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമല്ലോ. ഏതെങ്കിലും കാലത്ത് ഇതൊന്ന് പിടിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മറയാക്കി അദ്ദേഹത്തിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഏതെങ്കിലും കാലത്തിൽ ഇതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്ത്രിയുടെ കയ്യിലുണ്ട്, തന്ത്രി തിരിച്ചു കൊടുക്കും, സംഭവം തീർന്നില്ല. അന്നേരം ഒരു സാധനം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്താൽ മതി. അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അനുമാനം അതാണ്. ഇങ്ങനത്തെ മൊത്തം നമ്മുടെ ഈ ധാരാപാലപാളികളൊക്കെ എങ്ങനെ ഈ സിനിമാക്കാരുടെയൊക്കെ വീട്ടിൽ ചെയ്ത് പോകുന്നത്, എങ്ങനെ ഈ പൂജ പോകുന്നത്? കാര്യം ഇതിനകത്തൊരു തന്ത്രം കൂടെ അവർക്കൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ അയ്യപ്പ ക്ഷേത്രം തന്നെ ഇവരൊരു തന്ത്രം നിശ്ചയിക്കുകയാണ്. ഒരിക്കൽ തന്ത്രം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ സീരിയസ് ആയിട്ടാണ് അവർക്ക് ആ തന്ത്രത്തിന്റെ ബേസിൽ വരുമാനം ഉണ്ടാകുന്നത്. കാര്യം വരുമാനത്തിനകത്ത് നമുക്കറിയാം അവരുടെ കർമ്മം, അതിനകത്ത് എത്രമാത്രം അവർക്ക് ധനം വരണം, അതൊക്കെ അയ്യപ്പൻ അനുഗ്രഹം തന്നെ. അതിനകത്തൊന്നും ഞാൻ എതിരല്ല. പക്ഷെ അതിനകത്ത് കാണിക്കുന്ന ഒരു കള്ളത്തരമുണ്ട്. ഇത്തരം കുറച്ച് എന്താ പറയുക, നമുക്ക് സഭ്യമായ വാക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അവർ കാണിക്കാൻ പാടില്ല. അത് അവരുടെ ഒരു കടമയായിട്ട് ഈ അയ്യപ്പ ചൈതന്യം കോടാനുകൂടി ആൾക്കാർക്ക് എത്തുന്ന രീതിയിൽ അവരതിനെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ. ഇങ്ങനത്തെ സാധനത്തിന് ഇപ്പം തന്നെ ഇത് എന്തുമാത്രം വാജിവാഹനം എന്ത് വിഷയമായി അദ്ദേഹം തന്നെ മനസ്സിലായല്ലോ. ഇത് അഥവാ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപയുക്തമായിട്ട് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം അതെന്താ ചെയ്യേണ്ടത്? ഒരു പേരിന് മേടിച്ചു, ഒരു ദക്ഷിണ മേടിച്ചു, തിരിച്ചം കൊടുത്തതാ, നിങ്ങൾ തന്നെ സൂക്ഷിച്ചു, അത്രേ ഉള്ളല്ലോ. അല്ലാതെ ഇതിന്റെ ധനം കണ്ടിട്ട് ഇദ്ദേഹം തന്നെ ഇത് മോഹിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അപ്പനും അപ്പൂപ്പനും ഉണ്ടാക്കിയതാണോ? അത് കോടിക്കണക്ക് ഭക്തരുടെ ഇതല്ലേ. എത്രമാത്രം അയ്യപ്പ ഭക്തരുടെ സംഭവം അത്. എന്ത് പണി, എന്ത് വേർപ്പ് അതിന് വേണ്ടി മുടക്കിയിട്ട് അദ്ദേഹം അതിന്റെ തന്ത്രിക അധികാരം ഉണ്ടെന്ന് പറയുന്നത്. തന്ത്രിയുടെ അധികാരമൊക്കെ വെറും ഒരു 200 കൊല്ലം മുമ്പേ അവിടെ വന്നിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ അത് മലയരയന്മാരുടെ, അതിന് മുമ്പ് പല ആൾക്കാരുടെ 10,000-2500 3,000 കൊല്ലം പഴക്കമുള്ള ഒരു വിശ്വാസത്തിന്റെ സ്ഥാനമാണ്. അതൊരു എന്താ പറയുക, നമ്മൾ നൈൽ നദി അങ്ങനെയൊക്കെ പറയുന്ന അതുപോലത്തെ നദീതയുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട, സൂര്യ സംസ്കാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പവിത്രമായ ഒരു ഏരിയ അത്. ആ ഏരിയക്കത്തൊക്കെ ഇപ്പം ജസ്റ്റ് ഒരു എന്താ പറഞ്ഞ ഒരു 100-200 കൊല്ലം മുമ്പ് വന്നിരിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഇതിന്റെ അതോറിറ്റിയിലോട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഉടമസ്ഥാവകാശം, അതിന്റെയൊക്കെ പിതൃത്വം മൊത്തം അങ്ങ് എടുക്കാൻ പറ്റുമോ? കാര്യം അത് കുറെ ബാലൻസ് ഉണ്ടല്ലോ. അവിടെ സ്ഥിതി പാരമ്പര്യമൊക്കെ വളരെ ഇതിലുണ്ട്. ഇതൊക്കെ ആചാര്യ സമൂഹം ചർച്ച ചെയ്യേണ്ട. ഞാനീ പറയുന്ന വിഷയം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് ശരിക്കൊരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്ര ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. എത്രമാത്രം ഇവരുടെയൊക്കെ റേഞ്ച് എത്രമാത്രം ഉണ്ട്, എങ്ങനെയാണ് അവരെ നമ്മൾ ഇത് ചെയ്യേണ്ടത്? കാര്യം ഇപ്പൊ കാലം മാറി. പഴയ 18-ാം നൂറ്റാണ്ടോ 19-ാം നൂറ്റാണ്ടോ രാജഭരണം അല്ല ഇപ്പം നമ്മൾ അടുത്ത തലമുറയിലേക്ക് ഇത് മാറണ്ടേ. അടുത്ത തലമുറയിലേക്ക് ഈ രീതിയിൽ ഓരോ സിസ്റ്റംസ് ഇതുപോലത്തെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ മാറണം. ശരി, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. Debate with Smriti Parathikkad.